ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചെറിയ യൂട്യൂബ് ചാനൽസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഷോർട്ട് ഫ്രീസിംഗ് എന്ന് പറയുന്ന പ്രോബ്ലം. നമുക്കറിയാം, നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയപ്പെടുന്നത് ഈ ഒരു ഷോർട്സ് വഴിയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ നമുക്ക് വ്യൂസ് കിട്ടുന്നതും ഈ ഷോർട്സ് വഴി തന്നെയാണ്. അപ്പോൾ ഈ ഷോർട്സ് വരുന്നത് ഫ്രീസ് ആകുമ്പോൾ അതുവഴി നമുക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്സും വ്യൂസുമാണ് നമുക്ക് നഷ്ടമാകുന്നത്. ഈ ഒരു പ്രോബ്ലം എല്ലാ ചെറിയ യൂട്യൂബ് ചാനൽസും നേരിടുന്നൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സ് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഷോർട്സ് എന്ന് പറയുന്നത്. ഷോർട്സ് വഴി നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഷോർട്സ് വൈറലാവണമെന്ന് വയ്ക്കാം. ആ ഒരു വീഡിയോ ഷോർട്ട് ഫീഡിനകത്ത് ഷോ ചെയ്താൽ മാത്രമേ അതുവഴി നമുക്ക് ഒരുപാട് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു വീഡിയോ വൈറലാവുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വയ്ക്കാം. അതിനകത്ത് നിങ്ങൾ കൊടുക്കുന്ന ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും വെച്ചിട്ടായിരിക്കും ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ ഷോ ചെയ്യേണ്ടത് എന്നുള്ളത് യൂട്യൂബ് അൽഗോരിതം മനസ്സിലാക്കുക. അതിനുശേഷം ആ ഒരു 100 പേർക്ക്, ആ കാറ്റഗറിയിലുള്ള ഒരു 100 പേർക്ക് ഈ ഒരു വീഡിയോ യൂട്യൂബ് അൽഗോരിതം പറയുന്നത് റെക്കമെൻഡ് ചെയ്യും. ആ 100 പേരിൽ എത്ര ആളുകൾ ആ ഒരു വീഡിയോ കാണുന്നു അല്ലെങ്കിൽ എത്ര ആളുകൾ ആ ഒരു വീഡിയോ കാണുന്നില്ല എന്നതിനെ തീരുമാനിച്ചിട്ടായിരിക്കും ആ ഒരു വീഡിയോ പിന്നീട് അത് പോപ്പുലർ ആവുമോ അല്ലെങ്കിൽ വൈറൽ ആവുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാം. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് അനലറ്റിക്സിൽ നിങ്ങൾക്ക് സ്വൈപ്പ് റേഷ്യോ അതുപോലെ തന്നെ വ്യൂ റേഷ്യോ അല്ലെങ്കിൽ വ്യൂ റേറ്റും സ്വൈപ്പ് റേറ്റും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതിൽ സ്വൈപ്പ് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ ഒരു വീഡിയോ ഒന്നും ആളുകൾ കാണാൻ അത്രത്തോളം ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ അത്രത്തോളം പിടിച്ചിരുത്തുന്ന ഒരു രീതിയിലുള്ള കണ്ടന്റ് അല്ല നിങ്ങൾ ഈ ഒരു വീഡിയോനകത്ത് ഉള്ളത് എന്നാണ്. മറിച്ച് വ്യൂസ് റേറ്റ് കൂടുതലും സ്വൈപ്പ് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ വീഡിയോ ആളുകൾക്ക് കാണാൻ വളരെ ഇഷ്ടമായിട്ടുള്ള കണ്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കുറച്ച് വൈറലാവാനുള്ള ചാൻസും കൂടുതലായിരിക്കും വ്യൂ റേറ്റ് എന്ന് പറയുന്നത് സ്വൈപ്പ് റേറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഷോർട്ട് ഫീഡിനകത്ത് ഷോ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഒരു വീഡിയോന് വ്യൂസ് കിട്ടാനായിട്ട് ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഷോർട്ട് ഫീഡ് വഴി വ്യൂസ് വരാറുണ്ട്, അതുപോലെ യൂട്യൂബ് സെർച്ച് വഴി വരാറുണ്ട്, ബ്രൗസ് വഴി വരാറുണ്ട്, എക്സ്റ്റേണൽ ലിങ്ക്സ് വഴി വരാറുണ്ട്, ചാനൽ പേജസ് വഴി വരാറുണ്ട്. ഒരുപാട് സോഴ്സസ് വഴി നമുക്കൊരു വീഡിയോയ്ക്ക് വ്യൂസ് വരാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് ഷോർട്ട് ഫീഡ് വഴിയായിരിക്കും. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് ഷോർട്ട് ഫീഡിനകത്ത് യൂട്യൂബ് അൽഗോരിതം റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ ആ വീഡിയോ വൈറൽ ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റീച്ചും വ്യൂസും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ഷോർട്സ് വീഡിയോ എന്ന് പറയുന്നത് ഈ ഷോർട്ട് ഫീഡിനകത്ത് റെക്കമെൻഡ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യിപ്പിക്കുന്നതല്ല, യൂട്യൂബ് അൽഗോരിതം തന്നെ ചെയ്യിപ്പിക്കുന്നതാണ്. പക്ഷേ അത് യൂട്യൂബ് അൽഗോരിതം ആ ഒരു വീഡിയോ ഷോർട്ട് ഫീഡിനകത്ത് റെക്കമെൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയിൽ നിങ്ങൾ ക്യാപ്ഷനും അതുപോലെ തന്നെ അല്ലെങ്കിൽ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും നിങ്ങൾ കൊടുക്കാറുണ്ട് അല്ലേ? ആ ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ആ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ബന്ധമായിട്ടുള്ള ടൈറ്റിലായിരിക്കും നിങ്ങൾ കൊടുക്കുക, അതുപോലെ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ടൈറ്റിൽ നിങ്ങൾ കൊടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ഹാഷ് ടാഗ്സ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഹാഷ് ഷോർട്സ് അതുപോലെ ഹാഷ് ഷോർട്സ് ഫീഡ് എന്നുള്ള ഹാഷ് ടാഗ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് അൽഗോരിതത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോർട്ടാണ്. ഇത് നമുക്ക് ഷോർട്ട് ഫീഡിനകത്ത് റെക്കമെൻഡ് ചെയ്യിപ്പിക്കാം എന്നുള്ള ആ ഒരു ഐഡിയ യൂട്യൂബ് അൽഗോരിതത്തിന് കിട്ടാനായിട്ട് ഇതുപോലുള്ള ഹാഷ് ടാഗ്സ് യൂസ് ചെയ്യണത് വളരെയധികം നല്ല ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കാം. അതായത് നിങ്ങളൊരു ചെറിയ യൂട്യൂബറാണ്. നിങ്ങളിടുന്ന വീഡിയോസിനൊക്കെ മുൻപ് അത്യാവശ്യം നല്ലധികം വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. അതിനർത്ഥം നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ എന്ന് പറയുന്നത് ഫ്രീസ് ആയി എന്നുള്ളതാണ്. ഈ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പേഴ്സണലി ആക്ച്വലി ഫേസ് ചെയ്തൊരു സിറ്റുവേഷനാണ് ഈ ഒരു ഫ്രീസിങ് പ്രോബ്ലം എന്ന് പറയുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മാർച്ച് അവസാനമൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലധികം വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അത്യാവശ്യം എല്ലാ വീഡിയോസിനും നല്ലധികം റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്, ഷോർട്സിന് കേട്ടോ, അത്യാവശ്യം നല്ലധികം റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഞാനപ്പോൾ ചെയ്തൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളാരും ചെയ്യാതിരിക്കുക, ഞാൻ ചെയ്തൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, അത്യാവശ്യം ഞാൻ ഒരു വീഡിയോസൊക്കെ ആയിരുന്നു പണ്ട് പെർ ഡേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു റീച്ച് കിട്ടുന്നു എന്നറിഞ്ഞതിന് ശേഷം ഞാൻ പെർ ഡേ ഒരു 3, 4, 5 മാക്സിമം ഞാൻ 10 വീഡിയോസൊക്കെ പെർ ഡേ ഞാൻ അപ്ലോഡ് ചെയ്യായിരുന്നു. ഇങ്ങനെ നമ്മൾ ഒന്നിൽ കൂടുതൽ വീഡിയോസ് പെർ ഡേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, ചെറിയ യൂട്യൂബറായ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, യൂട്യൂബ് 10 വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് വിചാരിക്കും നമ്മളെന്ന് പറയുന്നത് ഒരു ബോട്ടാണ് അല്ലെങ്കിൽ സ്പാമാണ് എന്നുള്ളതൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യും. അങ്ങനെയാണ് വിചാരിക്കുക.
പക്ഷേ നമ്മളൊരു ഹ്യൂമൻ തന്നെയാണ്. പക്ഷേ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ യൂട്യൂബർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതൊരു ബോട്ടാണ് അല്ലെങ്കിൽ സ്പാം ആണെന്നുള്ളത് തെറ്റിദ്ധരിക്കും. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നതിനോടൊപ്പം ഈ ഒരു യൂട്യൂബ് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യണതും ടോട്ടലി എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഷോർട്സ് ഫീഡിനകത്ത് നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒന്നും റെക്കമെൻഡേഷൻ കൊടുക്കില്ല. സോ ഷോർട്ട് ഫീഡിൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ഫീഡ് വഴിയാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിലോട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം കിട്ടുന്ന എല്ലാ വ്യൂസും ടോട്ടലി ബ്ലോക്ക് ആയി പോകും. പിന്നീട് വരുന്ന വ്യൂസൊക്കെ നമുക്ക് വരുന്ന സെർച്ച് വഴിയും ബ്രൗസ് വഴിയും അതുപോലെ എക്സ്റ്റേണൽ ലിങ്ക് വഴിയൊക്കെയാണ്. സോ അങ്ങനെ വരുന്ന ലിങ്ക്സും വ്യൂസൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വ്യൂസ് ഒന്നും കിട്ടാനുള്ള ചാൻസ് അപ്പോൾ തന്നെ സ്റ്റോപ്പ് ആവും. സോ ഷോർട്ട് ഫീഡിലോട്ട് നമ്മൾ യൂട്യൂബ് വീണ്ടും റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി ഞാൻ ചെയ്ത് വർക്ക് ചെയ്തൊരു ട്രിക്കാണത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഫ്രീസ് ആയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു 2-3 ഡേയ്സ് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ടോട്ടലി സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുക. ആ ഒരു 2-3 ഡേയ്സിൽ നിങ്ങൾ നോർമൽ ഹ്യൂമൺ അല്ലെങ്കിൽ നോർമൽ ഒരു പേഴ്സൺ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് മറ്റുള്ളവരുടെ വീഡിയോസ് കാണുക, മറ്റുള്ള വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഹ്യൂമൺ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു 2-3 ഡേയ്സ് യൂട്യൂബിനകത്ത് ഇൻട്രാക്ട് ചെയ്യുക. ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്യുക. ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കണ്ടന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ക്യാപ്ഷൻസും അതുപോലെ ഹാഷ്ടാഗ്സൊക്കെ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുക. സോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു 24 hours അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ, മിനിമം നിങ്ങൾക്ക് ഒരു 18 മണിക്കൂർ കേട്ടോ, മാക്സിമം 24 മണിക്കൂറോളം ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് വിചാരിക്കും നമ്മളൊരു സ്പാം അല്ല അല്ലെങ്കിൽ ഒരു ബോട്ടല്ല, ഒരു ഹ്യൂമൻ തന്നെയാണെന്നുള്ളത് വിചാരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ തന്നെ ഷോർട്ട് ഫീഡിലോട്ട് യൂട്യൂബ് എന്ന് പറയുന്നത് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഷോർട്ട് ഫീഡിലൂടെ റെക്കമെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസൊക്കെ അതുവഴി നമുക്ക് ലഭിക്കും. സോ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് എത്ര ഉള്ളൂ, ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട്, അതായത് ഒരു 24 hours, ഒരു 24 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുക. വീണ്ടും 24 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അടുത്ത വീഡിയോ അപ്ലോഡ്. അപ്പോൾ പെർ ഡേ നമ്മൾ ഒരു വീഡിയോ വെച്ചിട്ട് മാത്രം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് അൽഗോരിതം പറയുന്നത് വീണ്ടും നമ്മുടെ ട്രാക്കിലോട്ട് വരും. അതായത് നമ്മുടെ വീഡിയോ വീണ്ടും പുഷ് ചെയ്യാൻ തുടങ്ങും. സോ നമ്മൾ നഷ്ടപ്പെട്ട വ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര ഉള്ളൂ, 2-3 ഡേയ്സ് ഗ്യാപ്പ് എടുക്കുക, നോർമൽ യൂസർ പോലെ ബിഹേവ് ചെയ്യുക. ശേഷം പെർ ഡേ ഒരു വീഡിയോ വെച്ച് മാത്രം അപ്ലോഡ് ചെയ്യുക. ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ 24 മണിക്കൂർ ഗ്യാപ്പ് ഇടുക. സോ ഹാഷ്ടാഗ്സ് കാര്യങ്ങളൊക്കെ പണ്ടത്തെ പോലെ തന്നെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. സോ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായ വ്യൂസ് വീണ്ടും തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇത് പേഴ്സണലി ഞാൻ എനിക്ക് വർക്ക് ചെയ്തൊരു കാര്യമാണ്. നിങ്ങളുടെ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പൊതുവെ വലിയ ചാനൽസൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇതുപോലെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിട്ട് മാത്രമേ ഒരുപാട് വ്യൂസ് കിട്ടുള്ളൂ എന്നൊന്നുമില്ല. കാരണം അവർക്ക് ഓൾറെഡി കമ്മ്യൂണിറ്റി നല്ലൊരു ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും അവിടെ. അതായത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അവരുടെ യൂട്യൂബ് ഷോർട്സിനകത്ത് അത് റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും പേജസ് വഴിയും ചാനൽ വഴിയൊക്കെ അവർക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടും. പക്ഷെ നമ്മളൊരു ചെറിയ യൂട്യൂബർ ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടാനുള്ള ഏക മാർഗ്ഗം എന്ന് പറയുന്നത് ഫീഡാണ്. സോ ആ ഒരു ഷോർട്ട് ഫീഡിനകത്ത് അത് റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ വിചാരിക്കണം. സോ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണത് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക. പക്ഷെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഓരോ 24 മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ തുടർച്ചയായിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടൈം ഫിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ രാവിലെ ഒരു 6 മണിക്കാണ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും രാവിലെ 6 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ വൈകിട്ട് 6 മണിക്കാണ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഡെയിലി വൈകിട്ട് 6 മണിക്കായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് ടൈം, അതായത് നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ടൈം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിനകത്ത് പോവുക. അതിൽ നിങ്ങൾ അനലറ്റിക്സിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മേലെ ടാബ് കാണാൻ പറ്റും. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ എൻഗേജിങ് ആവുന്ന ടൈം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻഗേജിങ് ആവുന്ന ടൈം ചൂസ് ചെയ്തതിന് ശേഷം ആ ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായ വ്യൂസ് തിരിച്ചു കിട്ടാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. സോ ഞാനും ചെറിയൊരു സപ്പോർട്ടുള്ള ചെറിയ യൂട്യൂബറാണ്. അപ്പോൾ ഒരുമിച്ച് മുന്നോട്ട് പോവാം. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.